വടക്കേ അമേരിക്കയിലെ ദെനാലി പർവ്വതത്തിൽ കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകൻ മലയിറങ്ങി. ഷെയ്ഖ് ഹസൻ ഖാനെയും ഒപ്പമുള്ള തമിഴ്നാട് സ്വദേശിയെയും ബേസ് ക്യാമ്പിൽ എത്തിച്ചെന്ന് അലാസ്ക ഗവർണറുടെ ഓഫീസ് അറിയിച്ചു. മകൻ സുരക്ഷിതനാണ് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അമ്മ ഷാഹിദ 24-നോട് പറഞ്ഞു. മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിലെ ദെനാലി പർവ്വതത്തിൽ ഇന്ത്യൻ പതാക നാട്ടാനുള്ള ശ്രമത്തിനിടെ കുടുങ്ങിയത്. ഓപ്പറേഷൻ സിന്ധൂരിന് ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിക്കാനുള്ള ദൗത്യത്തിനിടെയായിരുന്നു കൊടുങ്കാറ്റിൽ പെട്ടത്. ഭക്ഷണവും വെള്ളവുമില്ലാതെ ക്യാമ്പിൽ കഴിയുന്നുവെന്ന വാർത്ത 24 പുറത്തുവിട്ടു. പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും വിദേശകാര്യ മന്ത്രാലയവും വിഷയത്തിൽ ഇടപെട്ടു. ഷെയ്ഖ് ഹസൻ ഖാനെയും ഒപ്പമുള്ള തമിഴ്നാട് സ്വദേശിയും ബേസ് ക്യാമ്പിൽ എത്തിച്ചതായാണ് അലാസ്ക ഗവർണറുടെ ഓഫീസ് നൽകുന്ന വിവരം. മകൻ സുരക്ഷിതനാണെന്നറിഞ്ഞതിൽ സന്തോഷമെന്ന മാതാവ്. ഭയങ്കര സന്തോഷമുണ്ട്. മോൻ ബേസ്ക്ക് ഇനി മോൻ ഒന്ന് വിളിച്ചാൽ മതി. വിളിക്ക് കാത്തിരിക്കുക. ഞാൻ ഇവിടെ തന്നെ മോൻ വിളിക്കും, തീർച്ചയായിട്ടും വിളിക്കും. ഷെയ്ഖ് ഹസൻ ഖാന്റെയും ഒപ്പമുള്ള തമിഴ്നാട് സ്വദേശിയുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. 14 അടി ക്യാമ്പിൽ അല്ലേ? തമിഴ്നാട്ടിൽ ഒരു ക്ലൈംബർ കൂടെ ഉണ്ട്, മുത്തമിൽ സെൽവി നാരായണൻ എന്ന പേര്. ക്ലൈമറ്റ് കുഴപ്പമുണ്ടോ ഇപ്പം? എന്നിട്ട് കൊടുങ്കാറ്റടിക്കുന്ന ക്യാമ്പിൽ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. മറ്റേ ക്യാമ്പിൽ ഇപ്പോഴും കാറ്റടിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിലെ പ്രശസ്തമായ 6 കൊടുമുടികൾ കീഴടക്കിയ ഷെയ്ഖ് ഹസൻ ഖാൻ ധനകാര്യ വകുപ്പിൽ സെഷൻ ഓഫീസറാണ്. 24 പത്തനംതിട്ട.